ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രതികരിക്കുകയാണ്. Liberalization has brought the nation more stronger and stronger. Nobody can forget the great contribution of Dr. Manmohan Singh. The 10 years, his 10 years tenure has converted India into a mighty economic power in the world, and and also he had given lot of contribution to the. Under his able leadership, the party has flourished. 10 years Congress rule in India has given a new direction to the people of India, as well as the country has progressed. Nobody can forget his contribution. I condole his death and my prayers are with him. Sir, you have closely worked with him. Any experience, any memory you have with him that you want to share? Yeah, I was CWC member at that time when he was the Prime Minister of India. So he has always advising us on party matters, and also he has taken keen interest in party matters. He is the person who has given vibrant. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹവും ആ ബലഗാവിലെ CWC യോഗത്തിന് എത്തിയതായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് നേതാക്കൾ ഓരോന്നായി മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയായിരുന്നു. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. നമുക്കറിയാം സാമ്പത്തിക ശാസ്ത്രം India to become more stronger and stronger. I condole his death. So tomorrow's program, sir? I think that tomorrow programs will cancel. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് കേട്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PV നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഒടുവിൽ 2004 മെയ് 22 ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്കും ഈ ഒരു സാധാരണക്കാരനായ വിദ്യാർത്ഥി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഒപ്പം തന്നെ സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തിയും കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. ഇടതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ സർക്കാർ 2004 നിലവിൽ വന്നത്. എന്നാൽ അമേരിക്കയുമായുള്ള ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് 2008 ജൂലൈ 22 മൻമോഹൻ സർക്കാർ ലോക്സഭയിൽ വിശ്വാസ വോട്ട് തേടി. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി സർക്കാർ വിശ്വാസ വോട്ടിനെ അതിജീവിക്കുകയും ചെയ്തു. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായാണ് മൻമോഹനെ വിലയിരുത്തപ്പെടേണ്ടത്. പഞ്ചാബ് ഇപ്പോൾ KV തോമസ് നമ്മോടൊപ്പം തീരുകയാണ്. മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വിടവാങ്ങലിനെ താങ്കൾ അനുസ്മരിക്കുന്നത്?